ദേവി താമസിക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ട്രെയിൻ കയറി ഷൊർണൂർ പോയി. ശനിയും ഞായറും കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിച്ചിട്ട് ഞായറാഴ്ച വൈകുന്നേരം ട്രെയിൻ കയറി തിരിച്ച് ആലപ്പുഴ വന്ന് 5 ദിവസം കോളേജിൽ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പോയിട്ട് അങ്ങനെ വർഷങ്ങളോളം പോയി പഠിച്ച് ഏതോ ഒരു റാങ്ക് മേടിച്ചിട്ടുണ്ട്. ഭരതനാട്യത്തിൽ BA-ക്കും MA-ക്കും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഭരതനാട്യത്തിൽ BA-ക്കും MA-ക്കും ഫസ്റ്റ് റാങ്ക് ഉള്ള ആളാണ് ദേവി അന്തന എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോയാൽ ഈ ദേവി എന്ന് പറയുന്നത് ഒരു 3 സ്കിറ്റിലുണ്ടാവും. ഈ സ്കിറ്റ് കഴിഞ്ഞാൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അടുത്ത ഡാൻസിലുണ്ടാവും. ഇവർ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ സ്കിറ്റും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഡാൻസും എല്ലാ ഏരിയയിലും വളരെ ആക്റ്റീവായിട്ട് 2-2.5-3 മണിക്കൂർ ഷോയില് ഒരു പരിഭവങ്ങളുമില്ലാതെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദേവി. വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ദേവിയുടെ അനിയൻ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള കൂടിയാട്ടം എന്ന് പറയുന്ന അതിന്റെ എന്തെങ്കിലും റാങ്ക് ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുള്ള ഒരുത്തനാണ് ദേവിയുടെ അനിയൻ എന്ന് പറയുന്നത്. അവൻ വലിയ കൂടിയാട്ടം കലാകാരനാണ് ദേവിയുടെ അനിയൻ. അനിയന്റെ പേര് മറന്നുപോയി. ചാരു അഗരു. ഞാൻ പണ്ട് ഈ ഫോൺ ഇത് വിളിച്ചു പറയുന്ന സമയം തുടങ്ങിയല്ലോ. നമ്മുടെ ഫോൺ ചിലപ്പം നമ്മുടെ ബിജു കോളിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ കട്ടിലേക്ക് കിടന്ന് ഈ മരണവെപ്രോളം കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ചാരു കോളിംഗ് ഫോൺ ഇത് ആരടാ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറയാനും പറ്റുന്നില്ലാത്തൊരു പേരുമായിട്ട് വന്നെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അനിയൻ. ദേവി എപ്പോഴാണ് ഈ ക്ലാസിക്കൽ ഡാൻസിൽ നിന്നും കോമഡി എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ അറിയുന്നത്, അത് എവിടെയായിരുന്നു? അതിന്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് KS പ്രസാദിനാണ്. കാരണം ഞങ്ങള് കൊച്ചിൻ ഗിന്നസിന്റെ ഒരു പ്രോഗ്രാമിന് എന്നെ ഡാൻസർ ആയിട്ടാണ് വിളിക്കുന്നത്. അതിലൊരു കാര്യമുണ്ട്, ഈ KS പ്രസാദിന്റെ ഗിന്നസിൽ പോയി കഴിഞ്ഞാല് ഇപ്പൊ ഷെർവാണി ഇട്ട് വന്ന് പാടിയിട്ട് പോയവൻ കുറച്ച് കഴിയുമ്പോ സ്കിറ്റിൽ വന്നിട്ട് കളിക്കും. അത് മാത്രല്ല, എന്റെ കൂടെയുള്ള ശിവനില്ലേ, അവന് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി സാറിന്റെ ഡ്യൂപ്പായിട്ട് ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ പാട്ട് വരെ പാടിയിട്ടുണ്ട്. അതിലും വലുത് ഇനി ഒന്നും സംഭവിക്കാനില്ല ഒരു സ്റ്റേജ് ഷോയിൽ. രണ്ടുപേരും കേൾക്കണം. അതെ, ഞാനത് പറയാനും ഈ എക്സലൻസ് അവാർഡ് തിരിച്ചു മേടിക്കത്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ പാടും. രണ്ടുപേരും പാടിക്കാൻ നോക്കട്ടെ. ഗജവദന കരുണാ സദന ഗജവദന കരുണാ സദന ശങ്കര ബാല ലംബോദര സുന്ദര ഗജവദന കരുണാ സദന ശങ്കര ബാല ലംബോദര സുന്ദര ഗജവദന കരുണാ സദന ശങ്കര ബാല ലംബോദര സുന്ദര ഗജവദന കരുണാ സദന. ഈ ദേവിയുടെ ഹസ്ബൻഡ് കിഷോർ പാട്ടുകാരനാണ്, ഗംഭീര പാട്ടുകാരനാണ്. നമ്മുടെ ഇഷ്ടം പോലെ ഷോകൾക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം കിഷോർ ഒരു ദിവസം ഒരു സ്റ്റേജിൽ ഞങ്ങളൊരു കൊല്ലത്തൊരു പ്രോഗ്രാമിന് പോയി. ഇപ്പം സ്റ്റേജിന്റെ ഇടതുവശത്ത് തബലയും വലത് കീബോർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെറ്റ് ചെയ്യാറ്. അപ്പം ഈ സ്പോൺസർ നമ്മളോടൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ആനയെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റേജ് നോക്കിയപ്പോൾ ഇത് ഈ സ്റ്റേജ് ആണെങ്കിൽ ആ മൂലക്കായിട്ടൊരു ആന, ഓപ്പൺ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിന്റെ സൈഡിൽ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കും. കിഷോറിനാണ് ഈ ആനയെ കണ്ടപ്പോൾ തന്നെ പേടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. ഒറിജിനൽ ആന, പടമൊന്നുമല്ല. ഫുൾ 2.5 മണിക്കൂർ ഗാനമേള നടക്കുമ്പോൾ ഈ ആന സ്റ്റേജിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും, വെറുതെ നിൽക്കും. അപ്പം ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ പടത്തിലെ റംസാൻ നീലാബുത്ത്, അതാണ് അന്ന് കിഷോറിന്റെ ഫസ്റ്റ് പാട്ട്. അപ്പൊ കിഷോർ സ്റ്റേജിന്റെ സൈഡിൽ കീബോർഡിസ്റ്റിനോട് ഏതാണ്ട് പറയാൻ ചെന്നപ്പോ ഈ ആന തുമ്പിക്കൊണ്ടിരുന്നത് കൊണ്ട് കൊടുത്താലും ചെവിക്കിട്ട്. അതും കൂടെ കഴിഞ്ഞോടുകൂടി കിഷോർ ആകെ പ്രശ്നമായിട്ട് പറഞ്ഞു, എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതേ ആനയെ മാറ്റി കെട്ടാണ്ട് എനിക്ക് പാടാൻ പറ്റൂലെന്ന് പറഞ്ഞു. ആടാണെ മാറ്റി കേട്ട ഇത് 19,000 പേരിരിക്കും, ഇവരെയൊക്കെ മാറ്റിയിട്ട് വേണം ഇനി ആനയെ കൊണ്ടുവരാൻ. ആന എവിടെയായിട്ട് മാറ്റി കെട്ടാനാ? അപ്പോൾ ഞാൻ പിന്നെ സ്പോൺസറോട് ചോദിച്ചു, ആന എവിടെ വേണോ? പുറത്തു പോയി നോക്കണം, നല്ല രസമാണ് സ്റ്റേജ് കാണാനായിട്ട്. ഇവനിങ്ങനെ നിൽക്കുക, ആന ഒന്നും ചെയ്യത്തില്ല, ധൈര്യമായിട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം
കിഷോറിന് ഇത് പേടി കൊണ്ടാണ് ഞാൻ മാറ്റാൻ പറയുന്നതെന്ന് പറയാൻ ഒരു ചെറിയ മടിയുമുണ്ട്. കാരണം നല്ല ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, ഒരു ചെവി കടുക്കനൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക, ദുരഭിമാനമുണ്ട്. എന്നാൽ എന്നോട് ആനയെ മാറ്റാണ്ട് പാടാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു ഉടനെ ചെറിയൊരു ഒരു ലെവൽ കയറി ഈ തർക്കത്തിന്റെ. ഈ സ്പോൺസർ ചോദിച്ചാൽ അല്ല ഈ ആന അവിടെ നിൽക്കണോണ്ട് തനിക്ക് പിന്നെ കുഴപ്പം എന്നാ, പാട്ട് നടക്കണതിൻ്റെ ഇടയിൽ അടുത്ത വേറെ പാട്ടൊക്കെ ഉള്ളതാ. ആന ഈ കീബോർഡിന്റെ സൈഡിൽ വെച്ച ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ആനയ്ക്ക് ഇവിടുന്ന് അവിടം വരെ നീളമുള്ള പനയോല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആനയ്ക്ക് ഈ പനയോല ഒന്നുമില്ലാതെ ഇത്രയില്ല, ഈ 2.5 ഇഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലോപ്പി ഡിസ്ക് കീബോർഡിന്റെ ഇടയിൽ തപ്പി കിഷോറിന്റെ പാട്ട് ഏതാ റംസാന്നില്ലാത്ത ഇതിങ്ങനെ കിഷോർ പാടണ്ട, ഞാൻ ചവിട്ടുവോ? നല്ല തർക്കത്തിനിടെ ഞാൻ ചിരിച്ചിട്ട് ഞാൻ അവിടെ ഓടിക്കളഞ്ഞിട്ടുണ്ട്. ഹ്യൂമറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതിലുള്ള ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ചാക്യാർ കൂത്തും ചാക്യാർ കൂത്തിനിടയിലുണ്ടായ സംഭവത്തിൽ നിന്നുണ്ടായ ഓട്ടംതുള്ളൽ. ഇത് രണ്ടുമാണ് ഈ സൈസ് ഒരു സറ്റയർ ഹ്യൂമറിന്റെ തുടക്കം എന്ന് നമുക്ക് പറയാവുന്നത്. അതിപ്പോ ഇവിടെ വന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനും ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതുവരെ വന്നവരിൽ നിന്ന് എനിക്ക് തോന്നിയില്ല. പറ്റുന്നവരുണ്ടാവും, നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യകത വന്നിട്ടില്ല. പക്ഷെ അത് ഈ വേദിയിൽ ദേവി നമുക്ക് വേണ്ടി അതിന്റെ രണ്ടിന്റെ ഒരു കഷ്ണം അവതരിപ്പിച്ചു തരും. കാണിക്കണം ചേച്ചി. അതിൻ്റെ ഒരു 2 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ആദ്യമേ ഒരു ക്ഷമാപണത്തോടു കൂടി പറയുകയാണ്. കാരണം ചാക്യാർ കൂത്ത് ഇതിനു മുമ്പ് ഞാനൊരു ഷോയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു. പക്ഷേ ചാക്യാർ കൂത്ത് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട ഒരു കലയാണ്. അത് ഞാൻ സെറ്റ് മുണ്ട് കൊടുത്താണ് അന്ന്. അത് പെട്ടെന്ന് ഇതുപോലെ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ ചെയ്തതാണ്. പക്ഷെ വളരെയധികം ആധിക്ഷേപം കേൾക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു. കാരണം അതങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുന്ന ഒരു കലാരൂപമല്ല അത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ഷമാപണത്തോടു കൂടി തന്നെ അത് കുറച്ചു നേരം ചെയ്യാം, കുഴപ്പമില്ല. പ്രദക്ഷണീകൃത്യ തദ പ്രണമ്യ കോദണ്ഡമാദായ സവ്യസാരി ഉദാഞ്ജയൽ പഞ്ചശവാരമേനം ആരോപയാമാ ബലി സലീലം. അങ്ങനെ ബ്രാഹ്മണന്മാര് അതിന്റെ ശേഷം ഏതിന്റെ ശേഷാണ് ഏതിന്റെ ശേഷാണെന്ന് പറഞ്ഞോളൂ. ഏതിന്റെ ശേഷാണ്? അതിന്റെ ശേഷം എന്തൊക്കെയോ പറയാണ് ഈ കുട്ടി ഇവിടെ നിന്നിട്ട്. ഇതിനെപ്പറ്റി തീരെ നിശ്ചയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടോ കാര്യം? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പം ആൾതാമസം ഉണ്ടാവണം. എവിടെ? ഇവിടെ. അപ്പോൾ ഏതായാലും അതിൻ്റെ ശേഷം ആ സുന്ദര ബ്രാഹ്മണൻ വില്ലിനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. വില്ലിനെ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെയുണ്ടോ? സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന്മാരെ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെയൊക്കെ ഒരു പതിവുണ്ട്. ഇതിപ്പോൾ വില്ലിനെ അത്ര പ്രദക്ഷിണം ചെയ്യുക, അതെന്താണാവോ അങ്ങനെ? എന്നാ പിന്നെ ആയിക്കോട്ടെ, നടക്കട്ടെ. വില്ലിനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷമോ തഥാ പ്രണമ്യ, അതിനുശേഷം ആ വില്ലിനെ നമസ്കരിക്കുക. വില്ലിനെ നമസ്കരിക്കുക, അങ്ങനെ ഒരു പതിവുണ്ട് കേട്ടോ. അതായത് കേമന്മാരായിട്ടുള്ള ആളുകൾ ആ വില്ലിനെയൊക്കെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് അതിനോടുള്ള ആ ബഹുമാന സൂചകമായിട്ട് അതിന് വില്ലു കൊലയ്ക്കാനൊക്കെ പുറപ്പെടുകയുള്ളൂ. ഇവിടെ സ്വന്തമായിട്ട് വീട്ടിൽ അച്ഛനമ്മമാരെയോ ഗുരുക്കന്മാരെയോ വന്നിക്കാത്ത ആളുകളോട് ഈ വില്ലിനെ പ്രദക്ഷിണം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം. എന്തായാലും ശരി, അതിനെ അങ്ങനെ നമസ്കരിച്ചു. ഈ ബ്രാഹ്മണന്മാർ നമസ്കരിക്കുമ്പോൾ ഒരു പതിവുണ്ട്, മന്ത്രോച്ചാരണം വേണത്രേ. ഇങ്ങനെ വെറുതെ നമസ്കരിച്ച് അങ്ങനെ പതിവില്ല. അപ്പൊ മന്ത്രം വേണം. ഇപ്പൊ മന്ത്രം ചൊല്ലുക വില്ലിനെ നമസ്കരിക്കാനായിട്ട്? ബ്രാഹ്മണൻ, ഞാനൊരു മന്ത്രം ഉണ്ടാക്കാം. മന്ത്രം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. എന്നാ ആയിക്കോട്ടെ, നടക്കട്ടെ. എന്താ ഇപ്പൊ മന്ത്രം ചൊല്ലുക? ഒരു മന്ത്രം കിട്ടി. മന്ത്രം കിട്ടിയോ? എന്നാ ആയിക്കോട്ടെ, ഒന്ന് ചൊല്ലു. ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ. എന്താ? ഒന്നുകൂടെ പറയൂ. ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ. ഇതൊരു മന്ത്രോ? സാരിടോ, ഇപ്പൊ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യമായി. ഉള്ളത് വെച്ച് അങ്ങോട്ട് പോവുക. എന്നാ ശരി, ആയിക്കോട്ടെ. എല്ലാരും പുറപ്പെടുക. എന്താണ് ഈ നമസ്കരിക്കാൻ പുറപ്പെടുക? ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ വില്ലു കളഞ്ഞ വല്ലായ നമ. അവിടെ നിർത്തുക. താൻ എന്തെന്നാ ഈ ചൊല്ലടേ? എന്താ താൻ ഇപ്പൊ നമസ്കരിച്ചത്? വില്ലിനെയോ അതോ പല്ലിനെയോ? എന്താ ഇപ്പൊ ഞാൻ ചൊല്ലിയത്? ജരാസന്ധന്റെ വില്ലു കളഞ്ഞ പല്ലല്ല, പല്ലു കളഞ്ഞ വില്ല്. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഈ വില്ലും പല്ലും തമ്മില്. പക്ഷേ
മന്ത്രം പിഴച്ചാൽ എല്ലാം പിഴച്ചു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിഴവ് സംഭവിക്കാതെ നോക്കുക ജീവിതത്തിൽ. അത്രേ പറയാനുള്ളൂ. സൂപ്പർ ദേവി ചേച്ചി, പൊളിച്ചു. ഇവർക്കും നമുക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതൊരു ഹാസ്യത്തിന്റെ വേദിയാണെന്നിരിക്കെ ഓട്ടം തുള്ളലിന്റെ ഒരംശം. അതെ, അത് അംശം ചെയ്യുന്നതിനൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിൻപാട്ട് പാടണം. ഇതിനൊരു സഹായി എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടിയാട്ടംകാരനായ അനിയനാണല്ലോ കൂടെ വന്നത്. ചാരു അകരു വരൂ. മുൻപാട്ടിന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഉള്ള മരങ്ങടകായും കനിയും, ഉള്ള മരങ്ങടകായും കനിയും, ഉള്ള മരങ്ങടകായും കനിയും, ഉള്ള മരങ്ങടകായും കനിയും, തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ച, ഉള്ള മരങ്ങടകായും കനിയും, തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ച്, ഉള്ള മരങ്ങടകായും കനിയും, തൊള്ളയിലിട്ടു കടിച്ചു വള്ള നിറച്ചു മരത്തേലേറി, പള്ള നിറച്ചു മരത്തേലേറി, പല്ലു വിളിച്ചു മുളച്ചു നടക്കും, പള്ള നിറച്ചു മരത്തേലേറി, പല്ലുമിളിച്ചു പുളച്ചു നടക്കും കള്ളക്കൂട്ടം കവിജബലന്മാർ, ഈ കള്ളക്കൂട്ടം കവിജബലന്മാർ. പള്ളു പറഞ്ഞാൽ അത് കൊള്ളുടൻ അടികൊള്ളുമടാ മതിമതിയിലെ മോഹം, പള്ളു പറഞ്ഞാൽ അത് മുടുതുടൻ അടികൊള്ളുമെടാ മതിമതിയിലെ മോഹം, തള്ളലുടനെ തീരുമ, അടികൊള്ളുമെടാ മതിമതിയിലെ മോഹം, തള്ളലുമുടനെ തീരുമശേഷം കൊള്ളി വലിച്ചു തലക്കിട്ടു, കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി, കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി കൊള്ളിക്കും ഞാൻ വാലു പിടിച്ച്, ഞാൻ കാലു പിടിച്ച്, കൊള്ളിക്കും ഞാൻ വാലു പിടിച്ച്, തുള്ളിക്കുന്നുണ്ടത്രയുമല്ല, തുള്ളിക്കുന്നുണ്ടത്രയുമല്ല. ചേച്ചി ഗംഭീരം ഗംഭീരം. ചാരു ഗംഭീരമായി, ദേവി അതിനേക്കാളും ഗംഭീരമായി. നമ്മുടെ ഷോകൾക്കൊന്നും നമുക്ക് ഇതൊന്നും കാണാനും പറയാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. പറയുമ്പം ചെയ്യാനുള്ളൊരു സ്പിരിറ്റും ചെയ്തതിനും ഒക്കെ വലിയ സന്തോഷം. താങ്ക് യു. അത് മാത്രമല്ല, ഒരു ചെറിയൊരു മുഹൂർത്തമാണ് ഇവിടെ ഉണ്ടായത്. ചേച്ചി ഓട്ടം തുള്ളൽ ചെയ്യുമ്പോൾ അനിയൻ ഈ പറഞ്ഞ പോലെ തന്നെ പിൻപാട്ട് പാടുക. മുൻപാട്ട് പാടേണ്ടി വരുമോ എന്ന് ഓർത്തിട്ട് കിഷോർ ഓടി രക്ഷപ്പെടുക. ഇതൊക്കെ ഓരോ മുഹൂർത്തങ്ങളാണല്ലോ. ഇതൊക്കെ ഒരു മുഹൂർത്തങ്ങളാണ്.